ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ വിള്ളൽ വീണ് ഗതാഗതം നിരോധിച്ച ഭാഗത്ത് പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. അധികൃതരുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് റോഡ് പൂർണ്ണമായും പൊളിച്ചുമാറ്റി വീണ്ടും നിർമ്മിക്കാൻ നിർമ്മാണ കമ്പനി തയ്യാറായത്. ആദ്യ വേനൽ മഴയിൽ തന്നെ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതും അത് മറച്ചുവെക്കാൻ കരാർ കമ്പനി നടത്തിയ നീക്കങ്ങളും വിവാദമായിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ച് അന്വേഷണം നടത്തിയതിനു പിന്നാലെയാണ് റോഡ് പൂർണ്ണമായും പൊളിച്ചുമാറ്റി വീണ്ടും നിർമ്മിക്കാൻ നിർമ്മാണ കമ്പനിയായ മേഘ ഗ്രൂപ്പ് തയ്യാറായത്. റോഡിന്റെ വിള്ളൽ വീണ 3 വരി ഭാഗം പൂർണ്ണമായും കിളച്ചുമാറ്റി വീണ്ടും മെറ്റലും കോൺക്രീറ്റും നിറച്ച് ടാറിംഗ് നടത്താനാണ് നിലവിലെ തീരുമാനം. ഇതിന്റെ ഭാഗമായി 3 അടിയോളം ആഴത്തിൽ റോഡ് കുഴിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന മണ്ണ് തൊട്ടു താഴെയുള്ള സർവീസ് റോഡിന്റെ ഉയരം കൂട്ടാനാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. 3ഓളം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിവേഗത്തിലാണ് ഇപ്പോൾ പണി പുരോഗമിക്കുന്നത്. കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രവൃത്തി പൂർത്തിയാക്കാൻ വൈകിയാൽ വീണ്ടും മണ്ണൊലിപ്പിനും പുതിയ വിള്ളലുകൾക്കും സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കമ്പനി നിർമ്മാണം നടത്തുന്നത്. ദേശീയപാത 66ന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ തങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അങ്ങേയറ്റം ദയനീയമാണെന്നും അശാസ്ത്രീയത പൂർണ്ണമായി പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും തകർച്ചയുണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.